നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി പ്രവാഹം. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിന് പിന്നാലെയാണ് പരാതി പ്രവാഹം ഷജീറിനെതിരെ ഉയർന്നിരിക്കുന്നത്. നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമാണ് നേതാക്കൾ പരാതി നൽകിയത്. നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വന്ന സ്ത്രീ പീഡനങ്ങളുടെ ആരോപണങ്ങൾ. ആ സമയം പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിന് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ അവസരമുണ്ടാക്കി. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് സഭയിലെത്താം. പക്ഷേ അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന തീരുമാനം പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്നാൽ രാഹുലിനോടൊപ്പം എത്തിയതും സഹായത്തിന് നിന്നതും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ്. അത് തന്നെ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് എന്ന് നാളെ ആരോപണമുയരും. അത് യൂത്ത് കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണ് എന്ന സന്ദേശവും പൊതുസമൂഹത്തിന് നൽകും. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ആയതിനാൽ ജില്ലാ പ്രസിഡന്റിനെതിരെ ശക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളണമെന്ന് താൽപ്പര്യപ്പെടുന്നുവെന്നാണ് സണ്ണി ജോസഫിന് അയച്ച ഒരു പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ അഭിപ്രായ ഭിന്നത ഈ വിഷയത്തിൽ അന്ന് തന്നെ രൂക്ഷമായി തുടങ്ങിയിരുന്നു. ഒരു വിഭാഗം ഷജീറിനെതിരെ പരസ്യമായിട്ട് അതുപോലെ തന്നെ ഒളിയമ്പുകളൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു. പാർട്ടി സസ്പെൻഡ് ചെയ്ത ആൾക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്ന് കാണിച്ച് നേതൃത്വത്തിന് പരാതി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഒരു വിഭാഗം എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും പരാതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കാണ് പരാതി നൽകുക. ഷജീറിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായി തുടങ്ങി. തിങ്കളാഴ്ചയാണ് നേമം ഷജീറിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. ഇത് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരുന്നു. പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന വ്യാഖ്യാനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പലരും രംഗത്തെത്തിയത്. പക്ഷേ രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് സണ്ണി ജോസഫിൻ്റെ മൗന അനുവാദത്തോടെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഷജീറിനെതിരെ നടപടിക്ക് പാർട്ടി തയ്യാറാകുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്തെങ്കിലും സമീപനത്തിൽ നേതാക്കൾക്ക് വ്യക്തതയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ KPCC യോഗത്തിൽ വിമർശനം ശക്തമായിരുന്നു. മറ്റ് നേതാക്കൾ നിശബ്ദരാവുകയും പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള അജണ്ടയുണ്ടോ എന്നൊരു വ്യാഖ്യാനം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയത്തിൽ ഇത്രയധികം എതിർക്കുന്നു, വിമർശിക്കുന്നു, രാഹുലിനെതിരെ നിൽക്കുന്നു? ചോദ്യം ശക്തമാണ്. വർക്കിംഗ് പ്രസിഡന്റുമാർ നിലപാട് പറയാതിരുന്ന സാഹചര്യവും അവ്യക്തതയിലേക്ക് നയിച്ചിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തിട്ടും രാഹുലിൽ കോൺഗ്രസ് വട്ടം കറങ്ങുന്നു എന്ന ഒരു വിമർശനവും കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾക്കും നിലപാടിലെ ഈ വ്യക്തതക്കുറവ് കാരണമായി എന്ന് നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഹുൽ വിഷയത്തിൽ വ്യക്തതയുള്ള നിലപാട് നേതാക്കൾ പറയാത്തതും ആക്രമണത്തിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ രാഹുലിനൊപ്പം സഭയിലെത്തിയത് നേതാക്കളുടെ പിന്തുണയോടെയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതൊരിക്കലും ആ സംശയത്തെ അല്ലെങ്കിൽ ആ വാക്കിനെ ഒരു പ്രസ്താവനയെ കുറ്റപ്പെടുത്താനാവില്ല എന്നതടക്കമുള്ള വിമർശനവും ശക്തമാകുന്നുണ്ട്. അതേസമയം സമൂഹ മാധ്യമം വഴി നേതാക്കളെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന് K മുരളീധരൻ, അതിന് പ്രോത്സാഹനം നൽകുന്നവർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവിനെയും പാർട്ടിയും ധിക്കരിച്ചാണ് താൻ സഭയിലെത്തിയതെന്ന വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി. പാർട്ടി അനുകൂലമായോ വ്യക്തിപരമായി പ്രതികൂലമായോ തീരുമാനമെടുക്കുമ്പോൾ അതിനെ ധിക്കരിക്കാനോ ലംഘിക്കുവാനോ ശ്രമിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല താനെന്ന് രാഹുൽ പ്രതികരിച്ചു. സസ്പെൻഷനിലാണെങ്കിലും പരിപൂർണമായും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നയാളാണ്. ഏതൊക്കെയോ നേതാക്കളെ കാണാൻ ശ്രമിച്ചെന്ന് വാർത്ത വന്നു. സസ്പെൻഷൻ കാലാവധിയിൽ ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ബോധ്യമുണ്ട്. ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചിട്ടില്ല. ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വിശദമായ വാർത്താ സമ്മേളനം നൽകിയിരുന്നു. ഇതിനകത്തൊരു അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇടത് സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18 വയസ്സിൽ ജയിലിൽ പോയ ആളാണ് താൻ. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിനെ ഏറ്റവും വിശ്വാസം
വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. അന്വേഷണങ്ങൾ നടക്കട്ടെ, അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കാമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം. ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അതേസമയം ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കത്ത് നൽകി. പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശരേഖയുള്ള 86 കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയം വിതരണം ചെയ്യണമെന്ന ആവശ്യമുയർന്നു. വിഭജനത്തിൽ 23-ാം വാർഡായ പിരായിരി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത്. ഈ ഓഫീസിൽ അധിക തസ്തികകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പാലക്കാട് നഗരത്തിലെ പാലക്കാട് 3, അതായത് കൊപ്പം വില്ലേജ് ഓഫീസിലെ സ്ഥലപരിമിതിക്ക് പരിഹാരമായി സർക്കാരിൻ്റെ സ്മാർട്ട് വില്ലേജ് പദ്ധതിയിൽ പാലക്കാട് 3, യാക്കര വില്ലേജ് ഓഫീസുകളെ കൂടി പരിഗണിക്കുക, വീട് നിർമ്മാണത്തിനായി ഭൂമി തരംമാറ്റാൻ നൽകിയാൽ വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുക, പാലക്കാട് നഗരത്തിൽ റവന്യൂ ടവർ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.